ഇന്ന് 14-ാം സങ്കീർത്തനം പരിശുദ്ധന്മാരുടെ ഓർമ്മ ദിവസം നടത്തുന്ന വായനയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പരിമല തിരുമേനിയുടെ ഓർമ്മ നടത്തുന്ന സമയത്ത് പ്രസംഗത്തിനായിട്ട് പലപ്പോഴും പലയിടത്തും ഈ സങ്കീർത്തനത്തിലെ ആദ്യ വാക്യം ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ആദ്യവാക്യമല്ല, താഴോട്ട് വരുന്ന സമയത്തുള്ളത്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ഈ ദൈവസ്വർഗത്തിൽ നോക്കുന്നു. നമുക്ക് ആ സങ്കീർത്തനം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റിയുള്ള പരാമർശം നമുക്ക് എടുക്കാം. ഇത് ദൈവനിഷേധിയുടെ, ദൈവത്തെ നിഷേധിക്കുന്ന ഇന്നത്തെ തലമുറ അതാണ്. ദൈവത്തെ നിഷേധിക്കുന്നവരുടെ ആ ഒരു ദുസ്ഥിതിയെപ്പറ്റി, അവർക്കുണ്ടാകാവുന്ന ദോഷത്തെപ്പറ്റി പ്രകീർത്തിക്കുന്ന ഒന്നാണ്. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവനാരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവൻ്റെ സങ്കേതമാകുന്നു. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തൻ്റെ ജനത്തിന് സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഈ സങ്കീർത്തനം റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ അവരുടെ ദുഃഖവെള്ളിയാഴ്ചത്തെ ആ ശുശ്രൂഷയിൽ 9-ാം മണി നേരത്തെ പ്രാർത്ഥന, യാമപ്രാർത്ഥനകളാണല്ലോ ദുഃഖവെള്ളിയാഴ്ച നമുക്കുമുള്ളത്. 3-ാം മണി നേരത്തേത്, മധ്യാഹ്നത്തിൻ്റേത്, 9-ാം മണി നേരത്തേത്, 3 യാമപ്രാർത്ഥനകളാണ്. അപ്പോഴിങ്ങനെ ഈ യാമപ്രാർത്ഥനകൾക്ക് എല്ലാം സങ്കീർത്തനങ്ങൾ ദുഃഖവെള്ളിയാഴ്ച അധികം ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ഇത് ഈ സങ്കീർത്തനം ഉപയോഗിക്കുന്നുണ്ട്. 9-ാം മണി നേരത്തെ നമസ്കാരത്തിൽ, അതായത് 3 PM ഉള്ള നമസ്കാരത്തിൽ എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ദൈവ നിഷേധത്തിൻ്റെ, ദൈവത്തെ തള്ളിപ്പറയുന്നതിൻ്റെ, ദൈവത്തെ ഉപേക്ഷിക്കുന്നതിൻ്റെ മൂർധന്യമായ ഒരു ചിത്രമാണ് ഇതിനകത്തുള്ളത്. അതാണല്ലോ ദൈവപുത്രനെ അവർ കൊന്നത്. ദൈവത്തെ നിഷേധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഏറ്റവും വലിയ അടയാളം, അതിൻ്റെ ആ പ്രവൃത്തിയാണ് കർത്താവിനെ അവർ കൊന്നത്. അപ്പം അതുകൊണ്ട് ദുഷ്ടൻ്റെ മൂഢസങ്കല്പത്തെക്കുറിച്ചുള്ള ഈ സങ്കീർത്തനം, ഇത് 53-ാം സങ്കീർത്തനത്തിൽ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷ്മതയോട് നോക്കുമ്പോൾ പല സങ്കീർത്തനങ്ങളും അതേപടി ആവർത്തിച്ചിരിക്കുന്നത് കാണാം. 53-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഡിറ്റോയാണ്. എന്താ അങ്ങനെ ഇത് തന്നെയും ആവർത്തിച്ചിരിക്കുന്നത്
എന്ന് നമുക്ക് നോക്കാം. 53 വായിക്കുമ്പോൾ എന്താ തുടങ്ങുന്നത്? ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഇത് തന്നെയല്ലേ 14 തുടങ്ങുന്നതും. അവൻ വഷളന്മാരായി മ്ലേച്ഛമായി പ്രവർത്തിക്കുന്നു. ഇത് തന്നെ 53-ാം സങ്കീർത്തനത്തിൽ ആവർത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. മറ്റു പല സങ്കീർത്തനങ്ങൾ ഇതുപോലെ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ സങ്കീർത്തനങ്ങളുടെ സംഖ്യ ഒരുമിപ്പിക്കുവാൻ, യോജിപ്പിക്കുവാൻ അതിനുവേണ്ടി പിന്നെയും ആവർത്തിച്ചു എന്ന് വരാം. പല കാലത്ത് പലയിടത്ത് വെച്ചാണ് ഇത് കൂട്ടിച്ചേർത്തത് സങ്കീർത്തനങ്ങൾ. അതുകൊണ്ട് ഇത് ഒരുമിച്ച് ചേർത്ത ഒരു കാണാൻ കഴിഞ്ഞില്ലാത്തത് കൊണ്ട് പലയിടത്തും പല സ്ഥലങ്ങളിൽ വെച്ച് കൂട്ടിച്ചേർത്തത് കൊണ്ട് ചിലത് വീണ്ടും ആവർത്തിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. ഏതായിരുന്നാലും 53-ാം സങ്കീർത്തനം ഇതിൻ്റെ ഒരു ആവർത്തനമാണെന്നുള്ള കാര്യം കൂടി ഓർമ്മയിൽ ഇരിക്കട്ടെ. അപ്പം ഇവിടെ ദൈവത്തെ ഭയമോ മനുഷ്യനെ ശങ്കയോ ഇല്ലാത്ത ഒരു ആളിൻ്റെ ചിത്രമാണ് കാണിക്കുന്നത്. ഇന്നത്തെ സംസ്കാരത്തിൻ്റെ ഒരു നല്ല പ്രതിഫലനമാണ്. ഇന്ന് ദൈവഭയം ഉള്ളവരുടെ സംഖ്യ കുറഞ്ഞു വരുന്നു. അതുപോലെ എന്തും ചെയ്യുവാൻ, എന്തും കാണിക്കുവാൻ മടിയില്ലാത്ത, മനുഷ്യനെ യാതൊരു ശങ്കയുമില്ലാത്ത ഒരു സംസ്കാരത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു പക്ഷേ ഇത് നോഹയുടെ കാലത്ത് ജലപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ആ ദുസ്ഥിതിയെപ്പറ്റി നമുക്കറിയാം. അവിടെ വായിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിവിടെ പ്രതിഫലിച്ചിരിക്കുന്നത്. വാട്ട് വാസ് ദ സിറ്റുവേഷൻ അറ്റ് ദ ടൈം? അന്നത്തേത് ഏറ്റവും ആ ജനങ്ങൾ വഷളത്വം പ്രവർത്തിച്ച് ദൈവനിഷേധികളായി മ്ലേച്ഛത പ്രവർത്തിച്ച് വന്നപ്പോൾ ദൈവത്തിന് സഹിക്കാൻ വയ്യാതെ വന്നിട്ടാണ് ആ തലമുറയെ മുഴുവനും പ്രളയത്തിൽ കൊന്നൊഴുക്കിയത്. ഏതാണ്ട് അന്നത്തെ ആ ഒരു നിലവാരത്തിലേക്ക് ധാർമ്മികമായിട്ടും ആത്മീകമായിട്ടും സന്മാർഗികമായിട്ടും ആ ഒരു അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അത് തന്നെയുമല്ല, പല പിൽക്കാലത്തും പ്രവാചകന്മാർ ഈ തങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകളെ പറ്റി ഇതുപോലെ വിമർശിക്കുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം നമുക്ക് നോക്കാം. ഐസയ 59. ഒരുത്തനും നീതിയോട് വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോട് പ്രവർത്തിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുന്നു. അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അന്നത്തെ ആ സാംസ്കാരികമായ അധപ്പതനത്തെ വെളിപ്പെടുത്തുകയാണ്. 2-3 റെഫറൻസും കൂടി എഴുതാം. ഐസയ 59:4, 64:6, 64:6, യെശയ്യാവ് 64:6. പിന്നെ ഒന്നും കൂടെ യെരമ്യാവിൻ്റെ കാലത്തും ഇതുപോലെ യെരമ്യാവും പരാതിപ്പെടുന്നുണ്ട്. 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വ്യാജം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനേക്കാൾ 5:1 ജെറമ്യ 5:1 ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരൂശലേമിൻ്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും വിശാല സ്ഥലങ്ങളിൽ തിരിഞ്ഞ് അറിയുകയും ചെയ്യുവേൻ. കണ്ടുവെങ്കിൽ അങ്ങനെ ആരും ഇല്ല എന്ന്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ധാർമ്മികമായ അധപ്പതനവും ദൈവനിഷേധവും ഓരോ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്ന് അങ്ങനെയുള്ളൊരവസ്ഥ കാണുന്നുവെങ്കിൽ അതിശയിക്കാനില്ല, നിരാശപ്പെടുവാനില്ല. ഇത് ഓരോ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിവിധിയായി പലപ്പോഴും സംഭവിക്കും. ഒരു മാറ്റം ഉണ്ടാകും, പിന്നെയും ദിനം പഴയതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ, റോമാലേഖനത്തിൽ ഈ സങ്കീർത്തനത്തിൽ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. 3-ാം അധ്യായം 13 മുതൽ 16 വരെ. റോമൻസ് 3:13-18 വരെയുണ്ട്. റോമൻസ് 3 നോക്കിയാട്ടെ. 3:10-18
അത് കൊട്ടേഷനായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത് റോമാലേഖനം 3-ാം അധ്യായം 10 മുതൽ 18 വരെ ഇറ്റ് ഈസ് ഗിവൻ ആസ് എ കൊട്ടേഷൻ. എന്തുകൊണ്ടാണ് പൗലോസ് ഇത് മുഴുവനായിട്ട് ഉദ്ധരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശദമാക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ്റെ റോമ ലേഖനം ആദ്യം അദ്ദേഹത്തിന് പറയാനുള്ളത് എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി എന്ന് അദ്ദേഹം തെളിയിക്കാൻ പോവുകയാണ്. അതാ തൻ്റെ ദൈവത്തിൻ്റെ രക്ഷയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. പക്ഷേ രക്ഷ ആർക്കാ വേണ്ടി വന്നത്? പാപം ചെയ്ത് നശിച്ചു പോയ മനുഷ്യൻ. അതുകൊണ്ട് പാപത്തെപ്പറ്റിയും മനുഷ്യൻ്റെ ദുസ്ഥിതിയെപ്പറ്റിയും പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരെയാണ് ദൈവം രക്ഷിച്ചത് എന്ന പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം മനുഷ്യരെ അന്ന് 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് യഹൂദന്മാർ, മറ്റത് വിജാതീയർ. 2 കൂട്ടരേ ഉള്ളൂ. കത്തോലിക്കലും ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞത്. കത്തോലിക്കലും അകത്തോലിക്കലും. അകത്തോലിക്കലെന്ന് പറയുന്നതിനകത്ത് സകല ജാതികളും വരും. കത്തോലിക്കലും ഇന്നിപ്പോൾ അത് മാറി. ഇപ്പം നമ്മളെയൊക്കെ സെപ്പറേറ്റഡ് ബ്രദേഴ്സ് എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട്. ഈ യഹൂദന്മാർക്ക് ഇതേ ഉള്ളൂ, ജ്യൂസ്. പിന്നത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജെൻറ്റൈൽസ്. ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ്, they divide the whole humanity into two, the Jews and the Gentiles. അപ്പോൾ പൗലോസിനെ സമർത്ഥിക്കാനുള്ളത് അദ്ദേഹം ആദ്യം പറയുന്നത് യഹൂദന്മാർ അവർ പാപത്തിൽ ആയിരുന്നു, അതുപോലെ തന്നെ ജാതികളും പാപത്തിന് അധീനരായിരുന്നു എന്നുള്ളതാണ്. യഹൂദന്മാരുടെ കാര്യം ആദ്യം പറയുന്നതിനേക്കാൾ നല്ലത് വിജാതിയരുടെ കാര്യം പറഞ്ഞിട്ട് യഹൂദന്മാരുടെ കാര്യം പറയാം. അതുകൊണ്ട് വിജാതിയരുടെ കാര്യം ആദ്യം സമർത്ഥിക്കുന്നു. ചാപ്റ്റർ 1 റോമാലേഖനം 18 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാമെങ്കിൽ, റോമൻസ് 1:18-35 അത് സിൻ ഓഫ് ദി ജെൻറ്റൈൽസ്, വിജാതീയരുടെ പാപത്തെ പറ്റിയാണ് അവിടെ വിവരിക്കുന്നത്. എന്തൊക്കെയെന്നുള്ളതിനെപ്പറ്റി ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചാൽ അറിയാം. അവിടെ വളരെ ലജ്ജാകരമായ പലതും അവിടെ പറയുന്നുണ്ട്. 26-ാമത്തെ വാക്യം തന്നെ ഒന്ന് നോക്കിയാട്ടെ. ഇപ്പോഴതല്ലേ നടക്കുന്നത്. ഗേ മാരേജസ്, ഗേ അസംബ്ലി, ഗേ വർഷിപ്പ്, ഇതൊക്കെ ആയിട്ട് ഞാനിന്ന് രാവിലെ നമ്മുടെ ഒരു മർത്തോമായിലെ തിരുമേനിയുടെ സക്കറിയ സ്തേഫനത്തിനുള്ളൊരു ബയോഗ്രഫി, നല്ലൊരു പുസ്തകമാണ്, ഈ അടുത്ത സമയത്ത് ഇറങ്ങിയതാണ്. ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം യൂറോപ്പിലെ ഒരു ചർച്ച് ഫോർ ഓൾ പീപ്പിൾ, എല്ലാവർക്കുമുള്ള പള്ളിയെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഒന്ന് ആ പള്ളിയിലോട്ട് കയറിയപ്പോൾ അവിടെ വർഷിപ്പാണ്. എന്താ വർഷിപ്പ്? ഈ ഗേ ഗാദറിംഗ് ആണ്. ആണും പെണ്ണുമായി കെട്ടിപ്പിടിക്കുകയും അതുപോലെ മറ്റുള്ളവരെല്ലാം കൂടെ കാണിച്ചും കൂടെ അതിനിടയ്ക്കൊരു പാട്ടും പാടും. പിന്നെ ഇതെല്ലാം കൂടി ആയിട്ടുള്ള വർഷിപ്പാണ് ഗേ വർഷിപ്പ് എന്ന് പറഞ്ഞത്. ഇന്നത്തെ ആ വിധത്തിൽ ആരാധന പോലും വികലമാക്കി തീർത്തുകൊണ്ട് ഉള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കും. ഇത് വിജാതീയരുടെ അന്നത്തെ പറയുന്നത്, സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ വിട്ടിട്ട് അത് ആ വിത്ത് ദി ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറഞ്ഞിട്ട് സെയിം സെക്സ്, ആ ഒരു സ്വവർഗരതികൾ ഒക്കെയും ഉണ്ട്. അതുപോലെ മറ്റെല്ലാം പറയുന്നുണ്ട്. ഈ ഒരു ഭയങ്കരമായ അവസ്ഥ പറഞ്ഞു. 2-ാം അധ്യായത്തിൽ എന്തോ തുടങ്ങുന്നത്, അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാൻ ഇല്ല. അത് ആരെപ്പറ്റിയാ പറയുന്നത് അറിയാമോ? യഹൂദിനെ പറ്റിയാ. യഹൂദനായി പുറജാതിയൊക്കെ വിധിക്കുന്നത് യു ആർ ഓൾ കണ്ടംഡ്, യു ആർ ഓൾ അണ്ടർ സിൻ എന്ന് പുറത്തുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടും അവരെ കുറ്റം വിധിച്ചും കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് യഹൂദന്മാർ. ഇപ്പം 2ാമത് അവരുടെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾക്കും ദൈവത്തിൻ്റെ മുമ്പിൽ യാതൊരു നിലനിൽപ്പ്, നിങ്ങളും തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് then he describes
the sin of the Jews. So first he describes the sin of the Gentiles. Then in chapter 2 and 3, he proceeds to continue with the sin of the Jews. എന്നിട്ട് ആ കൂട്ടത്തിലാണ് ഈ ഉദ്ധരണി പറയുന്നത്, ആകയാൽ എന്ത് നമുക്ക് വിശേഷമുണ്ടോ? അശേഷവുമില്ല. യഹൂദന്മാരും 9-ാമത്തെ വാക്യം 3:9, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ സങ്കീർത്തന ഭാഗം ഉദ്ധരിക്കുന്നത്. സോ thereby he is proving the universality of sin. പാപത്തിൻ്റെ സാർവത്രികത പൗലോസ് അപ്പോസ്തലൻ ഈ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് തെളിയിക്കുന്നത്. ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്തു എന്നിങ്ങനെ പറയുന്നത്, നോബഡി ഈസ് എക്സെപ്റ്റ് ഫ്രം സിൻ. പാപത്തിൽ നിന്ന് ആരും വിമുക്തരല്ല, ആണും പെണ്ണുമില്ല, എല്ലാവരും തന്നെ വെദർ ജൂ ഓർ ജെന്റൈൽ ഓൾ ആർ അണ്ടർ സിൻ എന്ന് സമർത്ഥിക്കുന്നതിന് പൗലോസ് കണ്ടെത്തിയ സങ്കീർത്തനം ഏതാണ്? സാം 14, 14-ാം സങ്കീർത്തനമാണ് അദ്ദേഹം കണ്ട് അതിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. നീതിമാൻ ആരുമില്ല. എത്രാമത്തെ വാക്യമാ ഈ 14-ാം സങ്കീർത്തനം? 3-ാമത്തെ വാക്യം. അതെ, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളുതാൻ. അല്പവ്യത്യാസം നിങ്ങൾ കാണും ഈ രണ്ട് ഉദ്ധരണികൾ. എന്തായിരിക്കാം വ്യത്യാസത്തിന് കാരണം? നമ്മൾ പലപ്പോഴും വേദപുസ്തകം ഉദ്ധരിക്കുമ്പോൾ തെറ്റായിട്ട് ഉദ്ധരിക്കുന്നത് ഓർമ്മയിൽ നിന്നാണ്. നമുക്ക് അതുപോലെ പൗലോസിന് നിശ്ചയമില്ലാത്തതുകൊണ്ട് തെറ്റായി ഉദ്ധരിക്കുന്നതാണോ? വൈ ദ ഡിഫറൻസ് ഇൻ ദി സാം ആൻഡ് ഇൻ ദിസ് കൊട്ടേഷൻ? നിങ്ങളുടെ നിഗമനം ഒന്ന് കേൾക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഉദ്ധരിക്കുന്നതെല്ലാം ഏതിൽ നിന്നാണ്? ഗ്രീക്ക് പരിഭാഷയിൽ നിന്നാണ്. ഗ്രീക്ക് പരിഭാഷയിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന ഈ സങ്കീർത്തനം ഏതിൽ നിന്നാണ്? ഹീബ്രുവിൽ നിന്ന് നേരിട്ടാണ്. അതുകൊണ്ട് ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പൗലോസിൻ്റെ കൊട്ടേഷൻസ് ആർ ടേക്കൻ ഫ്രം ദി ഗ്രീക്ക് വേർഷൻ. അത് പേരെന്താ? സെപ്റ്റുവജിന്റ്. വൈ സെപ്റ്റുവജിന്റ് എന്നുള്ള പേരെന്താ? 70 സ്കോളേഴ്സ്. ഇറ്റ്സ് എ കമ്പൈൻഡ് വർക്ക് ഓഫ് 70 സ്കോളേഴ്സ്. അതുകൊണ്ട് ഏത് നൂറ്റാണ്ടിൽ? 3rd century BC. 3rd century BC. Where was it done? The translation? Correct. It was done in Alexandria. എന്തുകൊണ്ട് അലക്സാണ്ട്രിയയിൽ ചെയ്തു? Why not in Jerusalem, or why not in any other place? Why the translation in Alexandria? ചിന്തിച്ചാട്ടെ. നിങ്ങൾക്ക് ഒക്കെ നല്ല കോളേജ് പ്രൊഫസേഴ്സും ഒക്കെ ചിന്തിക്കാവുന്നവരും നല്ല ഇൻ്റലിജൻറ്റ് ഗ്രൂപ്പ്. What was the necessity for having a translation? ഒരു ട്രാൻസ്ലേഷൻ്റെ ആവശ്യം എന്താ? ബിക്കോസ് യഹൂദന്മാർ പലസ്തീനിൽ നിന്ന് ഒട്ടേറെ ചിതറിപ്പോയി പാർക്കുവാനിടയായി. ആൻഡ് അലക്സാണ്ട്രിയ വാസ് എ ഗ്രേറ്റ് ജൂവിഷ് സെറ്റിൽമെൻറ്റ്. ഒത്തിരി യഹൂദന്മാർ അലക്സാണ്ട്രിയയിൽ വന്ന് താമസിച്ചു. അപ്പോൾ അവരുടെ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ജ്യൂസ് കഴിഞ്ഞു, സെക്കൻഡ് ജനറേഷനായി. പ്രത്യേകിച്ച് അലക്സാണ്ടറുടെ കാലത്താണ് ഒത്തിരി മൈഗ്രേഷൻ ഉണ്ടായത്. അത് 3rd century-യാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഇന്ത്യ വരെ വന്ന പുള്ളിയാണ്. അപ്പോൾ അലക്സാണ്ട്രിയ വാസ് എ ഗ്രേറ്റ് ജൂവിഷ് സെൻറ്റർ. അതിൽ സെക്കൻഡ് ജനറേഷൻ ഓഫ് ജൂഷ് വന്നപ്പോൾ അവർക്ക് ഹീബ്രു അറിയത്തില്ല, അറിയത്തില്ല, അറമയും അറിയത്തില്ല, അവരുടെ മദർ ടങ്. പിന്നെ അറിയാവുന്നത് എന്താ എന്ന് ചോദിച്ചാൽ ഗ്രീക്കാണ്. നമ്മുടെ ബോംബെ താമസിക്കുന്ന കുഞ്ഞുങ്ങളോട് മലയാളം പറഞ്ഞാൽ അവർക്ക് മലയാളം കഷ്ടിപിഷ്ടിയൊക്കെ പറയുള്ളൂ, മറാഠി നല്ല സുഖമായിട്ട് അവർക്ക് അറിയാം എന്നതുപോലെയുള്ളൊരു സാഹചര്യം വന്നു. സോ ദർ വാസ് എ നീഡ് ഫോർ എ ട്രാൻസ്ലേഷൻ. അതുകൊണ്ടാണ് ആൻഡ് ദ കിങ് ordered for the translation work, and he appointed 70 people
സ്കോളേഴ്സ് 70 പേര് 70 മുറിയിൽ ഇരുന്ന് ഓരോ ഇൻഡിപെൻഡൻ്റായിട്ട് തർജ്ജമ ചെയ്തു എന്നൊക്കെ കഥ. അതേതെങ്കിലും ആവട്ടെ, അതിൽപ്പെട്ട ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു. ആ ആളിനെ പറ്റിയൊരു കഥയുണ്ട്. ആ പുള്ളി തർജ്ജമ ചെയ്തു വന്നത് യെശയ്യാവിൻ്റെ പുസ്തകമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം തർജ്ജമ ചെയ്ത് വന്നപ്പോൾ 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ പുള്ളിക്ക് വലിയ സംശയം. എന്താ 7:14 എന്നറിയാമോ? കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്നാണ് കണ്ടത്. പുള്ളി എന്തായാൽ അത് തർജ്ജമ ചെയ്യുന്നതിന് മടി കാണിച്ചു. എന്തുകൊണ്ട്? ഹൗ ക്യാൻ എ വെർജിൻ ഗീവ് ബർത്ത്? കല്യാണം കഴിച്ച് പുരുഷ സംസർഗം ഇല്ലാത്ത ആളാണല്ലോ കന്യക. അപ്പോൾ പുരുഷ സംസർഗം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കന്യകയല്ല. അപ്പോൾ കന്യക ഗർഭം ധരിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഹി വാസ് കൺഫ്യൂസ്ഡ്, സംശയമായി. ആ സംശയം അന്ന് ദൈവം പറഞ്ഞു, നീ ആ ശിശുവിനെ കണ്ടേ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പോലും. അതിൻ്റെ ഫലമായിട്ട് അന്നു മുതൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരുന്ന ആളുടെ കയ്യിലാണ് 40-ാം ദിവസം, യേശു ജനിച്ചതിൻ്റെ 40-ാം ദിവസം ദൈവാലയത്തിൽ മറിയാം യൗസേപ്പും കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ വൃദ്ധൻ അവിടെ ഉണ്ടായിരുന്നു. വൃദ്ധനായി ശിമിയോൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കയ്യിൽ ഏന്തിയിട്ട് എന്താ പറഞ്ഞത്? Now lettest thou thy servant depart in peace, for my eyes have seen thy salvation. എൻ്റെ കണ്ണ് നിന്റെ രക്ഷയെ കണ്ടിരിക്കുന്നു, ഇനിയും എനിക്ക് സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞത്. ഇതുകൊണ്ടാണെന്നൊരു പാരമ്പര്യം. There is no evidence for it. It's only just a legend. But still it's interesting to remember that these scholars, they made, അതുകൊണ്ട് അതിന് 70 എന്നുള്ള പേര് അതിരിക്കട്ടെ. സോ എവിടെയെങ്കിലും നിങ്ങൾ സങ്കീർത്തനം വായിച്ചിട്ട് പൗലോസിൻ്റെ കൊട്ടേഷനിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വാക്കുകളോ അതുപോലെ രൂപമോ കാണുന്നെങ്കിൽ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ബിക്കോസ് പൗലോസിന് വേദപുസ്തകം അറിയാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ചു എന്നല്ല. അദ്ദേഹം ഉദ്ധരിച്ചത് ശരിയാ, പക്ഷെ ഉദ്ധരിച്ചത് not from the Hebrew original but from the Greek translation. അതായിരുന്നു അന്ന് എന്നുള്ളത് ഓർത്താൽ മതി. അപ്പോൾ ഈ കൊട്ടേഷനിൽ there is difference between the psalm. നമ്മൾ 14-ാം സങ്കീർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് 3:10 മുതൽ റോമാലേഖനത്തിൽ നമ്മൾക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ അദ്ദേഹം ഈ പൗലോസിനെ ഉദ്ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ. എന്തായിരുന്നു? പാപത്തിൻ്റെ സാർവത്രികത, ദി യൂണിവേഴ്സാലിറ്റി ഓഫ് സിൻ. ഒരുത്തിന് പോലും അതിൽ നിന്ന് നോബഡി ഈസ് എക്സെപ്റ്റ് എന്ന് തെളിയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതിൽ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് 7 വാക്യങ്ങൾ മാത്രമുള്ള സങ്കീർത്തനം 4 ആയിട്ട് നമുക്ക് വിഭജിക്കാം. 1-ാമത്തെ വാക്യത്തിൽ മൂഢൻ്റെ വിശ്വാസമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മൂഢൻ എന്തു പറയുന്നു, അവൻ എന്ത് വിശ്വസിക്കുന്നു? മൂഢൻ്റെ വിശ്വാസം ഈ മൂഢൻ എന്നുള്ളതിന് ആ വാക്കില് എബ്രായ ഭാഷയിൽ ഒരു പഴയ നിയമ കഥാപാത്രത്തിൻ്റെ പേരാ. അയാളുടെ ഭാര്യ സമർത്ഥയും സുന്ദരിയുമായിരുന്നു, ഇയാളൊരു മൂഢനും വിഡ്ഢിയുമായിരുന്നു. അയാളുടെ പേര് നിങ്ങൾക്കൊന്ന് പറയാമോ? കറക്റ്റ് കറക്റ്റ് അബീഗയിൽ. ഭർത്താവോ? നാബാൽ. അത് ഇന്നെന്നാണ് ഇതിനകത്ത് പുസ്തകത്തിലുള്ളത്. നാബാൽ എന്നാണ്. നാബാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിഡ്ഢി, ഇഡിയറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾ എൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടാകും. ബൈബിളിലെ കുടുംബങ്ങൾ എന്നുള്ള പുസ്തകത്തിനകത്ത് ഈ കുടുംബത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. നാബാലിൻ്റെയും
ബുദ്ധിമതിയായ ഭോഷനായ ഭർത്താവും ബുദ്ധിമതിയായ ഭാര്യയും എന്നുള്ളതിൽ അത് ഈ നാബാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മൂഢൻ അല്ലെങ്കിൽ വിഡ്ഢി, ഇഡിയറ്റ് എന്നൊക്കെ നമുക്ക് കൊടുക്കാമാവുന്നതാണ്. ആ പദമാണ് ഇവിടെ, ആ പേരിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെയാണ് ഇങ്ങനെയുള്ളവർക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1 Samuel 25:25 നമ്മൾ ഈ നാബാലിനെ പറ്റി വായിക്കുന്നത്. പിന്നെ ഈ നമ്മൾ സാധാരണ ഇഡിയറ്റ് എന്ന് പറയുന്നവർക്ക് മന്ദബുദ്ധി, IQ കുറവുള്ളവരെയാണ് നമ്മൾ സാധാരണ മണ്ടൻ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ആളിനെ പറ്റി അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ആരാണ്? സ്വഭാവത്തിൽ പെർവേർഷൻ ഉള്ള ആളാണ്. ഈസ് എ പെർവേർട്ട്. സ്വഭാവത്തിൽ ബുദ്ധിയുള്ളവനാണ്, പക്ഷേ ബുദ്ധി വികലമായ ബുദ്ധിയാണ്, പെർവേർട്ടഡ് ആയിട്ടുള്ള ആളാണ്. ആ ഒരു അർത്ഥമാണ് ഇവിടെ കൊടുക്കുന്നത്. ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയാതെ ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ഒരുവനെയാണ് ഇവിടെ മൂഢൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവൻ മൂഢനെന്നാകുന്നത്? അവന് ദൈവമില്ലാത്തത് കൊണ്ടാണ്. എല്ലാത്തിനും അടിസ്ഥാനമായിരിക്കുന്ന, എല്ലാത്തിൻ്റെ ആധാരമായിരിക്കുന്ന ദൈവത്തെ നിഷേധിക്കുന്നവനാരോ അവൻ മൂഢനാണ് എന്നാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ മന്ദബുദ്ധി എന്നുള്ള അർത്ഥത്തിലല്ല മൂഢൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് സകലത്തിനും അടിസ്ഥാനമായിരിക്കുന്ന, ജീവിതത്തിന് ആധാരമായിരിക്കുന്ന ദൈവത്തെ നിഷേധിക്കുന്നവൻ, അവൻ എന്ത് പേരെ ഇടാൻ ഒക്കുകയുള്ളൂ, അവൻ മൂഢനാണ് എന്ന് ഉള്ള പേരിലാണ് ഇവിടെ അറിയുന്നത്. പിന്നെ അവൻ്റെ മൂഢത്വം ഈ ദൈവത്തെ നിഷേധിക്കുന്നു എന്ന നിലയിൽ മാത്രമല്ല, പിന്നെ എന്തു ചെയ്യുന്നു? അവൻ്റെ മൂഢത്വം അവൻ്റെ ദൈനംദിന ജീവിതത്തിലും അവൻ്റെ ധാർമ്മിക ജീവിതത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. അവനെന്തുവാ ചെയ്യുന്നത്? വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. പലപ്പോഴും നമുക്കറിയാം, ഈ നന്മയും വിശുദ്ധിയും ഉളവാകുന്നതിന് ദൈവത്തിലുള്ള വിശ്വാസം ഒട്ടേറെ പ്രേരകമാണ്. ദൈവത്തെ നിഷേധിച്ച് കഴിയുമ്പോൾ, ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലാതെ വരുമ്പോൾ, പിന്നെ സന്മാർഗത്തിൽ നമ്മുടെ പ്രസക്തിയിൽ എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം, എത്ര മ്ലേച്ഛമായതും പ്രവർത്തിക്കാം. മറിച്ച് ദൈവത്തിലുള്ള ആശ്രയം വിശ്വാസം ഉണ്ടെങ്കിൽ ഐ ആം അക്കൗണ്ടബിൾ ടു ഗോഡ്. ദൈവമെല്ലാം കാണുന്നുണ്ട്, ദൈവത്തോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു വിശ്വാസമാണ് that prevents him from committing sin. വഴി തെറ്റിപ്പോവാതെ അവനെ പിടിച്ചു നിർത്തുന്നത് ഈ ദൈവത്തോടുള്ള ബന്ധവും ദൈവത്തോടുള്ള വിശ്വാസവുമാണ്. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ, ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ എന്തുമാകാം, എങ്ങനെയുമാകാം, ഈ ഒരു വിധത്തിലേക്ക്, വഷളത്വത്തിലേക്ക് പോകുവാൻ ഇടയാകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഓർക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് മൊറാലിറ്റി എന്ന് പറയുന്നത്, if it is to be maintained and sustained, then certainly faith in God, ദൈവത്തിലുള്ള അസ്തിത്വ ബോധം വളരെ ആവശ്യമാണ്. ഇത് രണ്ടും തമ്മിൽ വളരെ പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. മൊറാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ഫെയ്ത്ത് ഇൻ ഗോഡ്. പിന്നെ 2-3 വാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇവൻ്റെ പ്രവർത്തനത്തിൽ എങ്ങനെ അവൻ്റെ ഈ മൂഢത്വം പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. ഹൗ ഹിസ് ഫൂളിഷ്നെസ് ഈസ് റിഫ്ലെക്റ്റ് ഇൻ ഹിസ് ലൈഫ്, ഇൻ ഹിസ് ആക്ഷൻ. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പോൾ ബുദ്ധിമാൻ്റെ ഒരു നിർവചനം അവിടെയുണ്ട്. ആരാ ബുദ്ധിമാൻ? ദൈവത്തെ അന്വേഷിക്കുന്നവൻ, ദൈവവുമായി ബന്ധപ്പെടുന്നവനാണ് ബുദ്ധിമാൻ. ദൈവത്തെ നിഷേധിക്കുന്നവനും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവൻ്റെയും കാര്യം അവിടെ പറയുന്നത് ഈ വിധത്തിലാണ്.
11 സങ്കീർത്തനം 4-ാമത്തെ വാക്യം കൂടി നോക്കാം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. ദൈവം എല്ലാവരെയും നോക്കുന്നു. അത് തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു അനുഭവത്തിലാണ്. പക്ഷേ ഈ ദൈവത്തെ നിഷേധിക്കുന്നവൻ ഭോഷൻ എന്ന് മുകളിൽ പറഞ്ഞല്ലോ, ഇവരുടെ സംഖ്യ വർദ്ധിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, അധർമ്മികളുടെ ആധിപത്യവും സ്വാധീനവും വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് നന്മ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ദൈവത്തെ നിഷേധിക്കുന്നവർ ഇന്ന് അധികമായി വരുന്നു എന്നുള്ളതാണ്. ദൈവമില്ലെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കാം. അതാ നിങ്ങൾ കേട്ടതായിരിക്കും, റൂസോ എന്ന് പറയുന്ന ആളിനെ പറ്റി കേട്ടിട്ടുണ്ട്. റൂസോ ഒരു വലിയ ഫ്രഞ്ച് വിപ്ലവത്തിന് നാന്ദി കുറിച്ച ഒരു വലിയൊരു ചിന്തകനാണ് റൂസോ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇഫ് ദർ ഈസ് നോ ഗോഡ് വി ഹാവ് ടു ക്രിയേറ്റ് വൺ ടു കീപ്പ് അസ് സെയിൻ. സെയിൻ എന്ന് വെച്ചാൽ സുബുദ്ധിയുള്ളവരായി നമുക്ക് നിലനിൽക്കണമെങ്കിൽ, ഇഫ് ദർ ഈസ് നോ ഗോഡ്, അന്ന് ദൈവമില്ലെന്നുള്ള ചിന്താഗതിയാണ് മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിമ്പിലും ദൈവനിഷേധത്തിൻ്റെ ഒരു വലിയ ശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ റൂസോ പറഞ്ഞ വാക്ക്, ഇഫ് ദർ ഈസ് നോ ഗോഡ് വി ഹാവ് ടു ക്രിയേറ്റ് വൺ ടു കീപ്പ് അസ് സെയിൻ. നമ്മളെ ബുദ്ധിമുള്ളവരായിട്ട് ഭ്രാന്തന്മാരാകാതെ സുബുദ്ധിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു ദൈവം ഉണ്ടെങ്കിലേ മതിയാവും. ദൈവം ഇല്ലെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് വൺ. ഒരു ദൈവത്തെ നമ്മൾ സൃഷ്ടിച്ചേ മതിയാവുള്ളൂ, കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ഭ്രാന്ത് പിടിക്കാതെ സുബോധത്തോടുകൂടി ജീവിതം നയിക്കേണ്ടതിന് ഒരു ദൈവത്തെ കണ്ടുപിടിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഈ പിരിമുറുക്കങ്ങളും അതുപോലെ മറ്റ് പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമുക്കതിനെയൊക്കെ അതിജീവിക്കുവാൻ കഴിയുന്നത് ഈ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൻ്റെ വലിയ കടുത്ത പ്രതിസന്ധികളൊക്കെ നേരിടുമ്പോൾ ഈ ഒരു വിശ്വാസമില്ലെങ്കിൽ നമ്മൾ അപ്പോഴേ തകർന്നു പോകും. ഇതുള്ളത് കൊണ്ടാണ് നമുക്കൊന്ന് പിടിച്ചു നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ ജീവിതം തകർന്നതാണ്. അതുകൊണ്ടാണ് ഈ കുടുംബജീവിതത്തിൽ ഈ പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്തിൻ്റെയും അനുഭവം ഇല്ലാതെ വരുമ്പോഴാണ് തകർന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ഡോക്ടർ മേരി വർഗീസ് ഓഫ് വെല്ലൂർ. ടേക്ക് മൈ ഹാൻഡ്സ് എന്ന് പറഞ്ഞ പുസ്തകം അവരുടെ ബയോഗ്രഫിയാണ്. എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ യു ഷുഡ് get hold of it. It has been translated into German and French. മലയാളത്തിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ടേക്ക് മൈ ഹാൻഡ്സ് എന്നുള്ളൊരു പാട്ടാണ്, ഇംഗ്ലീഷ് പാട്ടാണ്. അതിൽ ടൈറ്റിലായിട്ട് എടുത്തിരിക്കുന്നത്. മഗ്രിഡ്ജ് എന്ന് പറയുന്ന വലിയ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ, എഴുത്തുകാരൻ, ജേർണലിസ്റ്റാണ് ഈ ബയോഗ്രഫി എഴുതിയിരിക്കുന്നത്. ഐ ന്യൂ മേരി വർഗീസിനെ ആരോഗ്യത്തോടെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഷി വാസ് ദ ക്ലാസ്മേറ്റ് ഓഫ് മൈ വൈഫ്. അവർ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് വെല്ലൂർ ഞാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ആക്സിഡൻ്റായിട്ട് ഭയങ്കര ആക്സിഡൻറ്റ്, മരിച്ചു പോകത്തൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അരിക്ക് കഴിയുമ്പോൾ മുഴുവനും തളർന്നു. മുഖമൊക്കെ വികൃതമായ ഒരു സൗന്ദര്യമുള്ള ഒരാളായിരുന്നു. പിന്നെ മുഖമൊക്കെ കൂടി ഒക്കെ ആയിട്ട് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വന്നത് ഒക്കെ കഴിഞ്ഞ് ഞാനൊരിക്കൽ വെല്ലൂർ ആശുപത്രി ചെന്നപ്പോൾ കമ്പിയും കാലും കോലും ഒക്കെ ഇട്ട് ഇങ്ങനെ കെട്ടി ഇരിക്കുന്ന, അവിടെ ഒരു ട്യൂബ് ഇവിടെ ഒരു ട്യൂബൊക്കെ ഇട്ടിരിക്കുന്ന അവസരത്തിൽ നല്ല പ്രസന്ന മുഖത്തോടു കൂടി പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോഴും ഓർക്കുന്നത്, മൈ ഫെയ്ത്ത് ഇൻ ഗോഡ് ഹാസ് സസ്റ്റെയിൻ മീ ഇൻ ദിസ് ഓർഡിയൽ. ഈ വലിയ പ്രതിസന്ധിയിൽ ക്രിസ്തുവിലുള്ള, യേശുവിലുള്ള ഫെയ്ത്ത് ഇൻ ഗോഡ് ഹാസ് സസ്റ്റെയിൻ മീ. ഇത് അനേകർക്ക് പറയാനുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. അതില്ല എങ്കിൽ ജീവിതത്തിന് പിന്നെ ഒരു അർത്ഥവുമില്ല,
ജീവിതം തകർന്നത് തന്നെയാണ് എന്ന് നമുക്ക് ഓർക്കേണ്ടതാണ്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ മറ്റുള്ളതൊക്കെയും അതിനോട് ചേർന്ന് തകർച്ചയുടെയാണ്. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്ന അത് അത്രയും ആ ഒരു സമർത്ഥനമാണ് ഈ 2-3 വാക്യങ്ങളിൽ ദൈവത്തെ വിട്ടുകളഞ്ഞിട്ട് ജീവിക്കുന്ന വഴിതെറ്റിപ്പോകുന്ന മനുഷ്യരുടെ ചിത്രം നമ്മുടെ മുമ്പിൽ അവിടെ വിളിച്ച് കാണിക്കുകയാണ്. പിന്നെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ദൈവം എപ്രകാരമാണ് ഇടപെടുന്നത് എന്ന് കാണാം. നീതികേട് പ്രവർത്തിക്കുന്നവരാരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ എന്ന് ഇവിടെ പറയുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത്, തിന്മ പ്രവർത്തിക്കുന്നവർക്ക്, ദൈവജനത്തെ തിന്നൊടുക്കുന്നവർക്ക് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്. ചൂഷണം ചെയ്യുന്നവർക്ക്, ദൈവത്തിൻ്റെ ജനത്തെ ചൂഷണം ചെയ്യുന്നവർക്ക് സർവവും കാണുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പിടിച്ചു നിൽക്കുവാൻ ഒക്കുകയില്ല. ദൈവം അവരിൽ ഇടപെടും. ദൈവത്തിൻ്റെ ദൃഷ്ടി അവരുടെ മേലുണ്ടാകും. അവർക്ക് ശിക്ഷ ദൈവം കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ജനം എന്നുള്ളതിന് പറയുന്നൊരു ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? ആരാണെന്നറിയാമോ? എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. എൻ്റെ ജനമെന്ന് പറയുന്നത് ആരാ? നീതിമാന്മാർ. എൻ്റെ ജനം നീതിമാന്മാർ ആണ്, പാവപ്പെട്ടവരാണ് എന്നും അവിടെ പറയുന്നുണ്ട്. എൻ്റെ നീതി പ്രവർത്തിക്കുന്നവർ, എൻ്റെ ജനം പാവപ്പെട്ടവരായി ദരിദ്രരായ ആളുകൾ. നിങ്ങൾ ദരിദ്രത്തിൻ്റെ ആലോചന അത് ഭംഗം വരുത്തുന്നു. 3 വിശേഷണങ്ങൾ ദൈവജനത്തിന് അവിടെ കൊടുക്കുന്നുണ്ട്. 1, ദൈവത്തിൻ്റെ ജനം. 2, അവർ നീതിമാന്മാരാണ്. 3, അവർ ദരിദ്രന്മാരും പാവപ്പെട്ടവരുമായി വിശേഷിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിന്മയുടെയും മ്ലേച്ഛതയുടെയും നടുവിൽ ദൈവമുഖത്തേക്ക് നോക്കുന്നവരും ഉണ്ട്. അതാണ് നമുക്ക് ഇവിടെ ചിന്തിക്കുവാനുള്ളത്. അവർ ചുരുക്കമാണ്. പക്ഷേ ഇതിൻ്റെ നടുവിൽ there is a small group who looks up to God. അവിടെ ആണ് നമുക്ക് പോലും ഓർക്കുവാനുള്ളത്. ഏലിയാവിൻ്റെ കാലത്ത് ഏലിയാവ് പറഞ്ഞല്ലോ, എല്ലാവരും യഹോവയെ ഉപേക്ഷിച്ചു, എല്ലാവരും തിന്മയിലേക്ക് അന്യദൈവങ്ങളെ സേവിക്കുന്നു, ബാലിനെ ആരാധിക്കുന്നു ഒക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ പരാതിപ്പെട്ടു. ഈ ഞാൻ മാത്രമേ ഉള്ളൂ യഹോവയോട് കൂറുള്ളവനായി വിശ്വസ്തനായി എന്ന് ഏലിയാവ് ദൈവത്തിന് മുമ്പിൽ പരിദേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏലിയാവിന് എന്താ ദൈവം പറഞ്ഞത്? ഓർക്കുന്നുള്ളൂ ആരെങ്കിലും? ഏലിയാവ് വെളിപ്പെടുത്തി കൊടുത്തൊരു വലിയ സത്യം, ബാലിന് മുട്ടുമടക്കാത്ത എത്ര പേരുണ്ടെന്നാ? ബാൽ എന്ന് പറയുന്ന പ്രജാതി ദേവന് തിന്മയിലേക്ക് യഹോവയെ ഉപേക്ഷിക്കാതെ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു വലിയ സംഖ്യയുണ്ട്. എത്രയാ? 7000 ജനങ്ങളുണ്ട്. നീ മാത്രമെന്നാ നിന്റെ വിചാരം. പക്ഷെ അറിയാത്തവരായിട്ട്, നിന്റെ ദൃഷ്ടിയിൽപ്പെടാത്തവരായിട്ട്, നിന്റെ കണക്കിൽപ്പെടാത്തവരായിട്ട് വിശ്വസ്തരായിട്ടുണ്ട്. ഇന്നും അങ്ങനെയാണ്. നമ്മുടെ വിചാരിക്കുക എല്ലാവരും ഒരുപോലെ അല്ല. അങ്ങിങ്ങായിട്ട് ദൈവത്തെ അറിയുന്നവരും നീതിയിലും വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും നല്ല നിഷ്ഠയിലും ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെ കൊണ്ടാണ് ഈ ലോകം ഇന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ പോയേനി. അങ്ങനെ ദൈവത്തിൻ്റെ ദരിദ്രരെന്ന് പറയുന്നവർ, പാവപ്പെട്ടവരെന്ന് പറയുന്നത്, നീതിമാരെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ദൈവത്തോട് വിശ്വസ്തരും ദൈവത്തോട് സ്നേഹവും ഭക്തിയും ഉള്ളവർ, ആ ജനമാണ് ഇവിടെ ഉള്ളത്. ഒരു ന്യൂനപക്ഷം ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ ഓർക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം ആ ആളുകൾക്ക് വേണ്ടി ഇടപെടുക തന്നെ ചെയ്യും. അങ്ങനെ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചൂഷകരും ദുഷ്ടന്മാരുമായവർ
അത് നാശത്തിനിടയായിത്തീരും. ദുഷ്ടൻ കുഴിച്ച കുഴിയിൽ തന്നെ അവൻ വീഴും എന്ന് അവിടെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവരുടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. നീതിമാന്മാരെന്നും ദരിദ്രരെന്നും പറയുന്ന ആ യഹോവയോട് പ്രാർത്ഥിക്കുന്ന ആ ജനത്തിൻ്റെ കൂട്ടത്തിലാണ്. നിങ്ങൾ ദരിദ്രത്തിൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു, എന്നാൽ യഹോവ അവൻ്റെ സങ്കേതം ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവരെ ഉദ്ധരിക്കുവാൻ അവിടുന്ന് ജാഗരിക്കുന്നു എന്നുള്ളതാണ്. 7-ാമത്തെ വാക്യമാണ് അതിൻ്റെ അവസാനത്തത്. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യഹോവ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അതായത് ദൈവം കടന്നു വരുവാനുള്ള ഒരു അപേക്ഷ ഈ സങ്കീർത്തനക്കാരൻ നടത്തുകയായിരുന്നു. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ പ്രവാസകാലത്തിൽ എവർ ആയിരുന്നത് നിങ്ങൾക്കറിയാം. എവിടെയാണ് പ്രവാസത്തിലായിരുന്നത് ഇസ്രായേൽ ജനം? ബാബിലോണിൽ അടിമകളായി. നെബൂഖദ്നേസർ ചരിത്രം ഒന്ന് ഓർത്ത് നോക്കാം. നെബൂഖദ്നേസർ വരെ അടിമകളായിട്ട് അങ്ങ് പിടിച്ചുകൊണ്ട് പോയി. അവിടെ അടിമത്തത്തിൽ കേബാർ നദിയുടെ തീരത്തൊരു കോളനിയായിട്ട് അവരവിടെ താമസിക്കുക. യാതൊരു സന്തോഷവുമില്ല. അവർക്ക് വളരെ ദുഃഖത്തിൽ കഴിഞ്ഞുകൂടുന്നൊരു കാലമാണ്. കാരണം പ്രാർത്ഥിക്കുവാൻ ദൈവാലയമില്ല. അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളൊരു പാട്ട് പാടാൻ. അപ്പോൾ ഞങ്ങളെങ്ങനെയാണ് പാട്ട്, സിയോനെക്കുറിച്ചുള്ള പാട്ട് ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് പാടുന്നത്? അവർ തങ്ങളുടെ കിന്നരങ്ങളൊക്കെ അവിടെ മരത്തിന്മേൽ തൂക്കിയിട്ടിട്ട് അവർ വെറുതെ ഇരുന്നു. അവർ പാടുകയില്ല. ദുഃഖം അവർക്ക് അത്രമാത്രമുണ്ട്. അങ്ങനെ പ്രവാസത്തിൽ എത്ര വർഷമെന്നറിയാമോ? 70 years ഓഫ് എക്സൈൽ. 70 വർഷമാണ് പ്രവാസത്തിൽ കഴിഞ്ഞത്. ദെൻ ദേ കെയിം ബാക്ക്. ആ പ്രവാസത്തിൽ കഴിഞ്ഞ ജനത്തിൻ്റെ വലിയൊരു നിരാശയായിരുന്നു. ദൈവം ഞങ്ങളെ കൈവിട്ട് കളഞ്ഞുവല്ലോ, ദൈവം ഞങ്ങൾക്ക് എന്നേക്കുമായി ഞങ്ങളെ ഉപേക്ഷിച്ചുവല്ലോ എന്നുള്ള നിലവിളി. പക്ഷേ പ്രവാചകൻ, ആ പ്രവാസത്തിലുണ്ടായിരുന്ന ഒരു പ്രവാചകനാണ് എസെക്കിയേൽ. വലിയ പ്രത്യാശ കൊടുത്തു. ദൈവം നിങ്ങളെ തിരികെ വരുത്തും, ദൈവം നിങ്ങൾക്കൊക്കെ നൽകും, ദൈവം ഒരിക്കലും തൻ്റെ നീതിമാന്മാരെ, തൻ്റെ ജനത്തെ, വിശ്വസ്തരായി തന്നോട് നിൽക്കുന്നവരെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഉള്ള ധൈര്യം കൊടുത്തിരുന്നു. അപ്പോൾ ഈജിപ്തിൽ ഉപദ്രവിക്കപ്പെട്ടപ്പോഴും ദൈവം കടന്നു വന്നു. അവിടെ എത്ര വർഷമായി ഈജിപ്തിൽ? 400 വർഷം. 400 years ഈജിപ്തിൽ 400 വർഷം അടിമകളായി കഴിഞ്ഞുകൂടി. ബാബിലോണിൽ എത്ര വർഷം? 70 വർഷം അടിമകളായി കഴിഞ്ഞുകൂടി. പേർഷ്യയിൽ അതുപോലെ കഴിഞ്ഞു. ഇത്രയും ദുരിതവും ഇത്രയും പീഡനവും ഇത്രയും വിദേശാധിപത്യവും അനുഭവിച്ചുള്ള ജനം ലോകത്തിൽ മറ്റാരുമില്ല യഹൂദജാതിയെ പോലെ. പക്ഷേ അവർ തന്നെ ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് അവർ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് നിഷേധിക്കാവുന്നതല്ല. ഏതായിരുന്നാലും അപ്പോഴൊക്കെയും ദൈവം അവരുടെ സഹായത്തിന് എത്തി എന്നുള്ളത് നമ്മൾ മറക്കരുത്. അവരെ വിടുവിക്കുവാൻ ദൈവം എത്തി, അവരെ അവിടുന്ന് വിടുവിച്ചു. അതുപോലെ ഇപ്പോഴും സംഭവിക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ. എന്താ സിയോനിൻ്റെ പ്രത്യേകത? യെരൂശലേം, ദാവീദ് നഗരം, അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ സിംഹാസനം. അവിടെയാ സിയോനിലാ ദൈവത്തിൻ്റെ സിംഹാസനം. ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. അപ്പം അതിന് പര്യായമായിട്ട് ദൈവത്തിൽ നിന്ന് സഹായം വരുന്നതിന് പകരം പറയുന്നൊരു വാക്കാണ് സിയോനിൽ നിന്ന് വന്നു എങ്കിൽ. കാരണം സയൻ ഈസ് ദ സീറ്റ് ഓഫ് ഗോഡ്. ഭൂമിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് സിയോനാണ്. സിയോൻ കുന്ന്, മുളക്കഴിയുണ്ടൊരു സിയോൻ കുന്ന്. സിയോൻ എന്ന് പറയുന്നത് അവിടെയാണ് യെരൂശലേം നഗരം പണിതത്, ഒരു കുന്നിൻ മുകളിലാണ്. അതുകൊണ്ട് സിയോൻ
എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിനോണിമസ് ടു ജെറൂസലേം. ജെറൂസലേം സമം സിയോൻ, അത് കുന്ന്, പർവ്വതം. അത് തന്നെയാണല്ലോ യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? 15-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ കൂടാരം എവിടെയാ? സിയോനിൽ. പിന്നെ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? അതേതാ? സിയോൻ. രണ്ടും ഒന്ന് തന്നെയാ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ സിയോനിൽ നിന്ന് സംഭവിക്കും യഹോവ തൻ്റെ ജനത്തിന് ഈ രക്ഷ വരുത്തി കൊടുക്കും എന്നുള്ള പ്രതീക്ഷ ഇവിടെയുണ്ട്. യഹോവ തന്നെ ജനത്തിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അത് എപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നും കൂടി നമുക്കൊന്ന് ഓർക്കാം. മെശിഹ വന്നപ്പോഴാണ്. ആ പ്രതീക്ഷ യഹോവ സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇതൊരു പ്രവചനമായിരുന്നു. ആ പ്രവചനം നിവർത്തിക്കപ്പെട്ടത് എപ്പോൾ? യേശുക്രിസ്തുവിൻ്റെ വരവോട് കൂടിയാണ്. യേശുക്രിസ്തുവാണ് ഈ തൻ്റെ ജനത്തെ ഉദ്ധരിക്കുവാൻ, തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന്, തൻ്റെ ജനത്തെ അവരുടെ ദുസ്ഥിതിയിൽ നിന്ന് കരകയറ്റുവാൻ കടന്നു വന്നത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് പ്രത്യേകമായി ഓർക്കുവാനുള്ള ചില സന്ദേശമുണ്ട്. ഒന്ന്, ദൈവനിഷേധത്തിൻ്റെ അല്ലെങ്കിൽ മതത്തെ ചോദ്യം ചെയ്യുന്ന ആ ഒരു ചിന്താഗതി ഇന്ന് വളരെ പ്രചാരത്തിലുണ്ട്. അത് മുഖാന്തരം പല തിരിച്ചടികളും ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ദൈവത്തെ നിഷേധിക്കുമ്പോൾ എന്താ നിങ്ങൾ പറയണം? ദൈവത്തെ നിഷേധിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ? ഇറ്റ് അഫക്ട്സ് അവർ മൊറാലിറ്റി. ധാർമ്മികതയെയും അത് ബാധിക്കും. നമ്മൾ ധാർമ്മിക ജീവിതത്തെ അത് സാരമായി ബാധിക്കും. കാരണം നീതിമാനും സ്നേഹവാനും വിശ്വസ്തനുമായി ദൈവത്തിലുള്ള വിശ്വാസമാണ് സ്നേഹത്തിൽ പുലരുവാൻ, നീതിയിൽ വർത്തിക്കുവാൻ, ധാർമ്മികമായി ജീവിക്കുവാൻ എനിക്ക് പ്രേരണ നൽകുന്നത്. ഈ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വിശുദ്ധിയുമാണ് എന്നെ ആ ജീവിതത്തിൽ നയിക്കുന്നത്. യഹോവ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധ. അപ്പോൾ വിശുദ്ധിയിലേക്ക് വരുവാനുള്ള നമ്മുടെ ആഗ്രഹവും അതിനുള്ള പ്രചോദനവും എവിടെ നിന്നാണ്? നമ്മൾ വിശ്വസിക്കുന്ന ദൈവം വിശുദ്ധനാണ്. അവർക്ക് അവിടുന്ന് എപ്പോഴും വിശുദ്ധിയെ മാത്രം കാക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ആ ദൈവത്തോടുള്ള വിശ്വാസത്തിലാണ് വിശുദ്ധ ജീവിതം വരുന്നതിനും നീതി പ്രവർത്തിക്കുന്നതിനും ഒക്കെ നമ്മെ നയിക്കുന്നത് ഈ ഒരു കാര്യമാണ്. 3, തിന്മ പ്രവർത്തിക്കുന്നവർക്ക് യഥാർത്ഥമായ ദൈവജ്ഞാനം ഇല്ല. സത്യവും നീതിയും നന്മയും അവരെന്തെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥ ഈ 14-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് അവിടെ കാണുന്നത്. ദൈവത്തെ നിഷേധിക്കുന്നവരും അതിൻ്റെ ഫലമായിട്ട് അനീതിയിലും വഷളത്വത്തിലും ജീവിക്കുന്നവരുമായ ഒരു കൂട്ടർ. അവരുടെ നടുവിൽ പാവപ്പെട്ടവരും നീതി പ്രവർത്തിക്കുന്നവരായ ഒരു ചെറിയ ന്യൂനപക്ഷം. അവരെ സഹായിക്കുവാൻ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും, കടന്നു വരും എന്നുള്ള വലിയ പ്രത്യാശ. ആ പ്രത്യാശ സഫലമായത് യേശുക്രിസ്തുവിൽ കൂടി. ഇതാണ് നാം ഇവിടെ കണ്ടത്. ദൈവത്തിൻ്റെ വിധി അല്ലെങ്കിൽ സാന്നിധ്യം എവിടെ ഉണ്ടാകുന്നുവോ അവിടെ ദുഷ്ടന്മാർ, ദുഷ്ടശക്തി ഇല്ലാതായി. തിന്മയിൽ ജീവിക്കുന്നവർക്ക് അനർത്ഥങ്ങൾ, നന്മയിലേക്കുള്ള ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ രക്ഷയും വിമോചനവും അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൽ വലിയൊരു പ്രത്യാശ നൽകുന്നുണ്ട്. എന്താ പ്രത്യാശ? ആത്യന്തികമായി ദൈവം കടന്നു വരും. ഇപ്പോഴിങ്ങനെയൊക്കെ പോയിരുന്നാലും
തൻ്റെ നീതിമാന്മാരെ വിടുവിക്കുവാൻ, അവർക്ക് രക്ഷ നൽകുവാൻ, അവർക്ക് ഉദ്ധാരണം നൽകുവാൻ ദൈവം തീർച്ചയായിട്ടും വരും എന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ്. അതുകൊണ്ട് നിരാശ നിറഞ്ഞ സാഹചര്യമായി ഇന്നുള്ളത് എങ്കിൽ, ദൈവനിഷേധികളായ ജനമാണ് എല്ലായിടത്തും ഉള്ളത് എങ്കിൽ, ഈ സങ്കീർത്തനക്കാരൻ ആകപ്പാടെ കൈ പിടിച്ചിട്ട് അയ്യോ ഒരുത്തം പോലുമില്ല, എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായിപ്പോയി എന്ന് സങ്കടം പറഞ്ഞ് നിലവിളിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ അതിനപ്പുറത്ത് തൻ്റെ വിശ്വസ്തരായി ജീവിക്കുന്നവരെ രക്ഷിക്കുവാൻ, അവർക്ക് ഉദ്ധാരണം നൽകുവാൻ ദൈവം കടന്നു വരികയും മറ്റവരെ ശിക്ഷിക്കുകയും ചെയ്യും എന്നുള്ള ഒരു വലിയ പ്രത്യാശയും നമുക്ക് നൽകുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 14-ാം സങ്കീർത്തനം.